പ്രിയപ്പെട്ടവരെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ആര് നമ്മെ ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന സന്ദർഭങ്ങളാണ്. ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ നമുക്കറിയാം. ഒരു വോട്ടിനും ചെറിയ ചെറിയ വോട്ടുകൾക്കൊക്കെ വിജയം മാറി മാറിയുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി നമ്മൾ ഉപയോഗിക്കണം. അതോടൊപ്പം ആർക്ക് വോട്ട് ചെയ്യണമെന്നതിലും നമുക്ക് കൃത്യമായ ധാരണ വേണം. പലപ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കുടുംബത്തിന്റെ പേരൊക്കെ വലുതാക്കി കൊടുക്കും. അങ്ങനെ നമ്മുടെ കുടുംബമാണെന്നതോ നമ്മുടെ അയൽപക്കമാണെന്നതോ അതൊന്നും ആകരുത് വോട്ട് നൽകാനുള്ള മാനദണ്ഡം. മറിച്ച് ആരാണോ ഈ നാടിന്റെ നന്മയ്ക്ക്, ഈ നാടിന്റെ വികസനത്തിന്, ഈ നാടിന്റെ മതനിരപേക്ഷതയ്ക്ക് ഒക്കെ നന്നായി സേവനങ്ങൾ ചെയ്യാൻ കഴിയുന്ന വ്യക്തി ആരാണോ, ആശയാദർശങ്ങൾ ഏതാണോ, അവർക്കാകണം നമ്മളുടെ കൃത്യമായ വോട്ട് നൽകേണ്ടത്. ഒപ്പം ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത് അവന്റെ മതപരമായ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ടാവണം അവർ സ്ഥാനാർത്ഥിയാണെങ്കിലും അതല്ല വോട്ട് ചെയ്യുന്ന ആളാണെങ്കിലും വോട്ടെടുപ്പിന്റെ ദിനത്തിലാണെങ്കിലും ആഹ്ലാദ പ്രകടനത്തിന്റെ വേളയിലാണെങ്കിലും എവിടെയും അവന്റെ കൃത്യമായ മതപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാവണം, നല്ല മാർഗ്ഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടാവണം മുന്നോട്ട് പോക്ക് എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കുക.